നമസ്കാരം. സീറോ മലബാർ വിമതർക്കെതിരെ സഭാ നേതൃത്വം നിലപാടുകൾ കടുപ്പിച്ചു. വിമത വൈദികനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പ്രതിഷേധങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയത് വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്നു. പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ വിമതർ നടത്താനിരുന്ന പ്രതിഷേധത്തിന് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. മഞ്ഞപ്ര ഇടവകയിലെ സഹവികാരി ഫാദർ ജെഫിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. മഞ്ഞപ്ര ഇടവക വികാരി പള്ളിയിൽ സർക്കുലർ വായിക്കുന്നതിനിടെ സഹവികാരി ജെഫിൻ മൈക്ക് ഓഫ് ചെയ്തതാണ് നടപടിക്ക് കാരണം. ഫാദർ ജെഫിനെ ഇടവകയിൽ നിന്ന് മാറ്റുകയും പൊതു കുർബാന അർപ്പിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ഈ നടപടിയെ സഭാവിശ്വാസികൾ ഒന്നടങ്കം കൈയടിക്കുകയാണ്. അപ്പോൾ വിമതന്മാർക്കെതിരെ നടപടിയെടുക്കാനും നേതൃത്വത്തിന് അറിയാം. ഇന്നലെ വരെ വിമതന്മാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ അതിനെ സംഘടിത മുഷ്കുകൊണ്ട് നേരിടാൻ ശ്രമിക്കുന്ന രീതിയായിരുന്നു വിമതന്മാരുടേത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി വരുന്നു, ഞങ്ങൾ മുന്നേറുന്നു, മുന്നേറ്റമായി വരുന്നു എന്നൊക്കെ അലമുറയിടും. പണ്ടൊക്കെ ആളുകൾ, പ്രത്യേകിച്ച് പഴയ കുരിയ, ഇത് കേട്ട് പേടിക്കും. ഈ മുന്നേറ്റം എന്തോ സംഭവമാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഈ പിപ്പിടി കണ്ട് ആരും പേടിക്കുന്നില്ല. അതിനുള്ള തെളിവാണ് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിലെ യോഗം തടഞ്ഞത്. പരിശുദ്ധ സിംഹാസനത്തിനെയും വിശുദ്ധ കത്തോലിക്ക സഭയെയും കത്തോലിക്ക സഭയുടെ അധിപനായ മാർപ്പാപ്പയെയും വരെ ആക്ഷേപിക്കുന്ന വിമതന്മാരെ ഇനിയെങ്കിലും നിലയ്ക്ക് നിർത്താൻ കഴിയണം. ഇപ്പോഴും വിശുദ്ധ ബലി അർപ്പിക്കുന്നതും വചന പ്രഘോഷണം നടത്തുന്നതും ഒരു സമൂഹത്തെ ആകെ തെറ്റായ വഴിക്ക് നയിക്കുകയും ചെയ്യുന്ന വിമത നേതാവായ മുണ്ടാടനച്ചൻ സഭയിൽ തുടരാൻ അനുവദിക്കുന്നതിന്റെ ഔചിത്യം എന്താണെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. ഇതുപോലെയുള്ള കുഴിത്തുരുമ്പുകളെ, കൂലംകുത്തികളെ പടിയടച്ച് പിണ്ടം വയ്ക്കണം, എങ്കിലേ സഭ രക്ഷപ്പെടൂ. ഇവരെ പോലുള്ളവരെ നിലനിർത്തിക്കൊണ്ട് പോരുന്ന അതിരൂപത പിതാക്കന്മാർ ദൈവനാമത്തിൽ ഇതേക്കുറിച്ച് അൽമായരെ ഒന്ന് ബോധ്യപ്പെടുത്തണം.